ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ളൊരു വെറൈറ്റി പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പൈനാപ്പിൾ പുട്ടാണ് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. അപ്പം നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം. പുട്ട് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് കേട്ടോ പുട്ടുപൊടി എടുത്തിട്ടുള്ളത്. നമുക്ക് എത്ര കുറ്റി പുട്ടാണ് വേണ്ടത് അതനുസരിച്ചിട്ട് പുട്ടുപൊടി എടുക്കുക കേട്ടോ. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നനച്ചിട്ടെടുക്കണം കേട്ടോ. നനച്ചെടുക്കുന്നത് വെള്ളം ഉപയോഗിച്ചിട്ടല്ല, പൈനാപ്പിൾ ജ്യൂസ് ഉപയോഗിച്ചിട്ടാണ് നനച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു ചെറിയ പൈനാപ്പിളിൻ്റെ 1/4 ഭാഗത്തോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ എടുക്കുന്ന പൈനാപ്പിളിൻ്റെ മധുരത്തിൻ്റെ അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. നല്ല മധുരമൊക്കെയുള്ള പൈനാപ്പിൾ ആണെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നീട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. ഒരു 1/4 കപ്പിനും പകുതി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. 1/4 കപ്പ് ഫുൾ ഒഴിക്കുന്നില്ല, അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ആദ്യം ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു കേട്ടോ, ഞാൻ മറന്നു പോയിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിനി ഇതൊന്ന് അരിച്ചിട്ടും കൂടിയാണ് കേട്ടോ എടുക്കുന്നത്. അരിച്ചെടുക്കണം എന്ന് നിർബന്ധമില്ല. ഇതിനകത്ത് എന്തെങ്കിലും നാരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചിട്ട് എടുക്കുന്നത്. അരിച്ചെടുക്കുന്നത് കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. അരിച്ചെടുത്തിട്ട് ഞാനൊന്ന് മെഷർ ചെയ്ത് നോക്കിയപ്പം ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് എനിക്ക് 1 കപ്പും 2 ടേബിൾ സ്പൂണും കൂടിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ 1 കപ്പ് അളവിലാണ് കേട്ടോ ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉപയോഗിക്കുന്നത്. കാരണം ഞാനെടുത്ത പുട്ടുപൊടിക്ക് 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളം എന്നുള്ള രീതിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിലേക്ക് 1 കപ്പേ ഉപയോഗിക്കുന്നുള്ളൂ. അത് നമുക്ക് ഈ ഒരു പുട്ടുപൊടിയിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ പൊടി ഇവിടെ ഞാൻ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് ഫുൾ ജ്യൂസും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ പുട്ടുപൊടി എങ്ങനെയാണോ വെള്ളം ഒഴിച്ച് നനച്ചിട്ടെടുക്കുന്നത് അതുപോലെ നനച്ചെടുത്താൽ മതിയാവും കേട്ടോ. പകരം നമ്മൾ ഈ ഒരു പൈനാപ്പിൾ ജ്യൂസ് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നനവൊക്കെ കറക്റ്റ് ആണ് കേട്ടോ. ഇപ്പം കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പൈനാപ്പിൾ ജ്യൂസ് ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചിട്ട് എടുക്കണം കേട്ടോ. ഒന്നുകൂടി ഒന്ന് നനച്ചിട്ട് എടുക്കണം. അപ്പോൾ എൻ്റെത് കറക്റ്റ് ആണ് കേട്ടോ. കറക്റ്റ് ആ ഒരു രീതിക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ നമ്മളൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് കളയുമ്പം അത് പൊട്ടിച്ച് കളയാനും പറ്റണം, അതുപോലെ ഒന്ന് പിടിക്കാനും പറ്റണം. ആ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇതിന് വേണ്ടുള്ളത്. അപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങ കൂടി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം തേങ്ങ വേണമോ അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അളവൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു തേങ്ങ ആ ഒരു പുട്ടുപൊടിയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ്. പിന്നീട് ഞാനിവിടെ ഒരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ സാധാ പുട്ട് തയ്യാറാക്കുന്ന കണക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെയും തേങ്ങ, അതിന് മുകളിൽ കുറച്ച് പുട്ടുപൊടി, പിന്നെ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ചുകൂടി തേങ്ങയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനിവിടെ പുട്ടുകുറ്റി നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ പുട്ടുകുടത്തിൽ കുറച്ച് വെള്ളം നേരത്തെ തന്നെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കുറ്റി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നന്നായിട്ട് ആവി കയറി വരുമ്പോഴത്തേക്ക് നമുക്കിത് കുത്താം. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പുട്ട് ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഇത് എടുക്കാം കേട്ടോ. എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുത്താം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ രുചികരമായിട്ടുള്ള പൈനാപ്പിൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ പഴത്തിൻ്റെയും പപ്പടത്തിൻ്റെയൊക്കെ കൂടെയാണ് കേട്ടോ കൂട്ടിയിട്ട് കഴിക്കുന്നത്. ഇത് എല്ലാ കറികളുടെ കൂടെയും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. നോൺ വെജ് ചിക്കൻ കറിയുടെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ. ഈ ഒരളവിൽ എനിക്കൊരു 2 കുറ്റി പുട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. 1 കപ്പ് പുട്ടുപൊടി വെച്ചിട്ട് 2 കുറ്റി പുട്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.